നമസ്കാരം കുട്ടികളെ. നാളെ നിങ്ങളുടെ കൈറ്റ് എക്സാം അല്ലേ? ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. എന്നാലും ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിലപ്പോൾ അടുത്തൊരു വീഡിയോ ഒരു അരമണിക്കൂറിനുള്ളിൽ വീണ്ടും വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേഗം എത്തിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 36, 31, 29, 24, 22. അടുത്ത സംഖ്യ ഏതായിരിക്കും? 36 എത്ര കുറഞ്ഞപ്പോഴാണ് 31? 5 കുറഞ്ഞു അല്ലേ? 31 29-ലേക്കോ? 29, 30, 31 എത്രയായി കുറഞ്ഞത്? 2. 29 24-ലേക്ക് എത്രയാണ് കുറഞ്ഞത്? 24 കഴിഞ്ഞാൽ എത്ര കഴിഞ്ഞിട്ടാണ് 29? 25, 26, 27, 28, 29. അപ്പോൾ 5 വ്യത്യാസം വന്നു അല്ലേ? പിന്നെ അടുത്തതോ? 2 കുറഞ്ഞപ്പോൾ 22, 24-ന്ന് 2 കുറഞ്ഞപ്പോൾ 22. അപ്പോൾ ആദ്യം 5 കുറഞ്ഞു, പിന്നെ 2 കുറഞ്ഞു, പിന്നെ 5 കുറഞ്ഞു, പിന്നെയും 2 കുറഞ്ഞു. അപ്പോൾ ഇനി എത്ര കുറയേണ്ടി വരും? 5 കുറയേണ്ടി വരും അല്ലേ? അങ്ങനെ 5 കുറയുകയാണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? 22-ന്ന് 5 കുറഞ്ഞാൽ 17. അപ്പോൾ ഉത്തരം എന്താണ്? 17. അടുത്തത്, ഈ ശ്രേണിയിലെ രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. ഈ ശ്രേണിയിലെ അടുത്ത ചിത്രം വരയ്ക്കുക. നിങ്ങൾ ചിത്രം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ടെൻഷനാവും അല്ലേ? ടെൻഷനേ അടിക്കണം കേട്ടോ. ടീച്ചർ ചിലപ്പോൾ സ്പീഡ് കൂടുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ചോദ്യം വേഗം പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നോക്കൂ. ആദ്യത്തെ ചിത്രം ഒരു വര, പിന്നെ ഒരു വരയിൽ കൂടെ രണ്ട് വര ആയിട്ടുണ്ട് അല്ലേ? പിന്നെ 3 വര, പിന്നെ 4 വര, പിന്നെ 5 എണ്ണമായി, പിന്നെ വീണ്ടും കുറഞ്ഞു 4 ആയി, 3 ആയി. ഇനി 2 വേണ്ടത്. ആ 2 ഏത് ദിശയിലേക്ക് വരണം? ആ രണ്ട് വരകൾ യോജിപ്പിച്ചിട്ട് ഏത് ദിശയിലേക്ക് വരണം എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ചതുരം 2 സൈഡിലും ഒരേപോലെ തന്നെയുണ്ട്. പക്ഷേ ഈ 3 വരകളുള്ള ചിത്രം നോക്കി നോക്കൂ, തലകീഴെയാണ്. ഒന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരഞ്ഞിരുന്നു, ഒന്ന് ലാസ്റ്റിൽ കണ്ടോ താഴത്തുനിന്ന് മുകളിലേക്കാണ് വരഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചിത്രം എന്തായിരിക്കും? ഈ രണ്ടാമത്തെ ചിത്രത്തിനോട് സാമ്യമുള്ളതല്ലേ വേണ്ടത്? അപ്പോൾ എന്തായിരിക്കും വരിക? ആലോചിച്ച് നോക്കൂ. അതായത് ഇതിലെന്താണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് 3-ാമത്തെയും 7-ാമത്തെയും ചിത്രം വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ വരേണ്ടത്? അപ്പോൾ ടീച്ചർ ഇവിടെ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കുക കേട്ടോ. കാര്യം പിടികിട്ടിയല്ലോ. അതായത് തന്നിരിക്കുന്ന ചിത്രത്തിൽ 7 ചിത്രങ്ങളുണ്ട്. അതൊരു സീരീസ് പോലെയാണ്, ഒരു ശ്രേണി പോലെയാണ്. അതായത് ആദ്യത്തെ ഒരു വര, പിന്നത്തെ 2 വര, പിന്നെ 3 വര, 4 വര, 5 വര, പിന്നെ വീണ്ടും കുറഞ്ഞ് 4, 3 ആയി. അപ്പോൾ 4, 3, 2, 1 അങ്ങനെയാണ് ഇനി വരേണ്ടത്. അതിൽ 3-ാമത്തെ അവർ തന്നിട്ട് 4-ാമത്തെ ചതുരമാണ്. അതേപോലെ ഇപ്പുറത്ത് വരുന്നതും ചതുരമാണ്. 3 വരയുള്ള ചിത്രം അവർ തന്നിട്ടുണ്ട്. 3 വരയുള്ള ചിത്രത്തിനോട് സാമ്യമുള്ളതാണ് 7-ാമത്തത് അല്ലേ? അല്ല 8-ാമത്തത്. 7-ാമത്തെ തന്നെ. 3-ാമത്തെ ചിത്രത്തിനോട് സാമ്യമല്ലേ 7-ാമത്തെ ചിത്രം? അപ്പോൾ 2-ാമത്തെ ചിത്രത്തിൻ്റെ എതിർദിശയിൽ വരുന്ന തരത്തിലായിരിക്കണം എന്ത് വരയ്ക്കേണ്ടത്? അടുത്ത ചിത്രം വരയ്ക്കേണ്ടത്. അതായത് 2-ാമത്തെ ചിത്രം മുകളിലേക്കാണെങ്കിൽ ലാസ്റ്റത്തെ ചിത്രം താഴത്തേക്കാണ് വരേണ്ടത്, എതിർദിശയിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ. 3-ാമത്തെ ചോദ്യം, ഗണിത രൂപങ്ങൾ വരയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ജാലകമാണ് താഴെ കാണുന്നത്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? ഈ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. നല്ല ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഗണിത സോഫ്റ്റ്വെയർ, ഗണിതത്തിൻ്റെ ചിത്രങ്ങൾ വരയുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ജിയോജിബ്ര. അടുത്തത്, ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ഏതാണ്? ടീച്ചർ 2-3 പാർട്ട് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാത്തിനും ഒരു 50-35 ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പഠിച്ചവർക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. അതിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഭുവൻ. ഓക്കെ. 5-ാമത്തെ ചോദ്യം, GPS സംവിധാനം എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം എവിടെ നോക്കിയാലും GPS. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്?
ഒരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോകണമെന്ന് വെച്ചാൽ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം, അതുപോലെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്നും എത്ര ടൈം എടുക്കുന്നും പിന്നെ ഏത് റൂട്ട് കൂടെ പോയാൽ പെട്ടെന്ന് എത്തും എന്നൊക്കെ അറിയാനുള്ള സംവിധാനമാണ് GPS. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, GPS-ൻ്റെ ഫുൾ ഫോം എന്താണ്? GPS-ൻ്റെ ഫുൾ ഫോം എന്താണ്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. GPS-ൻ്റെ ഫുൾ ഫോം കേട്ടോ. അപ്പോൾ ബഹിരാകാശത്ത് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സിഗ്നലുകൾ സ്വീകരിച്ച് ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ, രേഖാംശം എന്നിവ നിർണ്ണയിക്കുവാൻ GPS സംവിധാനത്തിലൂടെ സാധിക്കും. എന്താണ് GPS-ൻ്റെ പൂർണ്ണരൂപം? അപ്പോൾ GPS-ൻ്റെ പൂർണ്ണരൂപം നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ എഴുതണേ. അതിൻ്റെ ഉത്തരം ടീച്ചർ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത്, ചാൾസ് ബാബേജ് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന യന്ത്രത്തിൻ്റെ പേര് എന്താണ്? ഇത് കണ്ടോ, അവരൊരു യന്ത്രം തന്നിട്ടുണ്ട്. അത് ചാൾസ് ബാബേജ് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ്. ഏതാണ് ഇത്? ഉത്തരം പറയാമോ? അതെ, അനലിറ്റിക്കൽ എൻജിൻ. നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ജാലകമാണ് ചുവടെ കാണുന്നത്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? പാർട്ട് 4-ലും കൂടി ടീച്ചർ ഇട്ടിട്ടുണ്ടാകും ചോദ്യം. സ്റ്റെല്ലേറിയാണ് കേട്ടോ ഉത്തരം. സ്റ്റെല്ലേറിയം. ഓക്കെ, 8ാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ചിത്രം തന്നിട്ട് ഇവരാരാന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കണ്ട കൂട്ടുകാർക്ക് അറിയണ്ടാവും. ഞാൻ കുറച്ച് ശകുന്തള ദേവിയുടെ ചിത്രമുണ്ട്, അതുപോലെ ഭുവൻ്റെ ചിത്രമുണ്ട്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളൊക്കെ നല്ല ഓർത്ത് വെച്ചോളൂ. ഇതേത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നൊക്കെ ചോദിച്ചു വരും. അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, ഈ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് അവർ ക്ലൂ തന്നിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വെച്ചിട്ട് ക്ലൂ തന്നിട്ടുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാ? വിൻഡൻ ജി സർഫ്. വിൻഡൻ സർഫ് എന്നും വിൻഡൻ ജി സർഫ് എന്നൊക്കെ വരും കേട്ടോ. ഓക്കെ, അതൊന്നും കണ്ടുപിടിപ്പില്ല. അയാളുടെ ഫുൾ നെയിം വിൻഡൻ ജി സർഫ് തന്നെയാണ് കേട്ടോ. വിൻഡൻ സർഫ് എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. 9ാമത്തെ ചോദ്യം, വെബ് പേജുകൾ തിരഞ്ഞു കണ്ടെത്തുന്നതിനായി നാം ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളുടെ ഐക്കണുകളാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇവ പൊതുവായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 4 സോഫ്റ്റ്വെയറുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഐക്കൺ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഐക്കൺ തന്നിട്ട് ഇത് ഏത് സോഫ്റ്റ്വെയറാണെന്ന് ചോദിക്കും. അപ്പോൾ ഐക്കണുകളൊക്കെ ഓർത്ത് വെച്ചോളൂ. എഡ്ജ്, ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേര, ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസറുകളാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 104, 109, 115, 122, 130. അപ്പോൾ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? എന്താണ് കൂട്ടിയത്? എത്രയാണ് കൂട്ടിയത്? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 104-ന് എത്ര കൂട്ടിയപ്പോഴാണ് 109 കിട്ടിയത്? അതെ, 105, 106, 107, 108, 109. 5 കൂടിയില്ലേ? 109-ന്ന് എത്ര കൂട്ടിയപ്പോൾ 115 കിട്ടി? 6 കൂട്ടിയപ്പോൾ ഒന്ന് നോക്കി നോക്കൂ. അതെ, 6 കൂട്ടിയപ്പോൾ 115. പിന്നെ 115 122ക്ക് എത്ര കൂട്ടി? 7 കൂട്ടി. 122-ന്ന് 130-ലേക്കോ 8 കൂട്ടി. അപ്പം ഇനി അടുത്തത് എത്ര കൂട്ടണം? 9 കൂട്ടണം. 9 കൂട്ടി എന്ത് വരും? ഈസി, 139. 11ാമത്തെ ചോദ്യം,